മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം വേട്ടയാടുന്ന ഒന്നാണ് രോഗശക്തികൾ, രോഗാത്മാവ്, രോഗബന്ധനം. പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മരുന്ന് കഴിച്ചു മടുത്തു, ഡോക്ടറെ കണ്ടു മടുത്തു, ചികിത്സിച്ചു മടുത്തു, എൻ്റെ ജീവിതം ശൂന്യമായി പോയി, എനിക്കെങ്ങനെ സൗഖ്യമാകാൻ കഴിയും? വിശുദ്ധ ബൈബിളിൽ നിന്ന് സൗഖ്യം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഒരു സന്ദേശമാണ് ഇവിടെ ബൈബിളിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. 30-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ദാവീദ് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. ഇപ്പൊ 2 കാര്യങ്ങളിലൂടെ മനസ്സിലാക്കണം. നീ വിഷമിച്ച് ഭാരപ്പെട്ട് നടക്കണ്ട. നിനക്ക് നിലവിളിക്കാൻ ഒരു ദൈവസന്നിധിയുണ്ട്, നിന്നെ സൗഖ്യമാക്കാൻ ഒരു ദൈവമുണ്ട്. സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുക, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. ക്രൂശിൽ നടത്തിയ ഏറ്റവും വലിയ വിളംബരം എന്നാണെന്നറിയാമോ? ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ 33 തിരുവയസ്സിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതിയത് എന്താന്ന് തിരിച്ചറിയണം. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗമുണ്ടാകുന്നതിന് മുമ്പ് ദൈവ സൗഖ്യം കൽപ്പിച്ചിരിക്കുക. ആ സൗഖ്യത്തെ നീ സ്വീകരിക്കണം. എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്, ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്നുള്ള വിശ്വാസം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഹമേ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. കണ്ടിട്ടില്ലയോ, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ചിലർ ഓടി ദൈവസന്നിധി വരും. ആര് കണ്ടാലും അവർക്ക് കുഴപ്പമില്ല, അവര് നിലവിളിക്കും ദൈവത്തോട്. ഹല്ലേലൂയ. എന്തിനാ നിലവിളിക്കുന്നേ? അവരുടെ നിലവിളി കേട്ട്, അവരുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളൊരു വലിയ രോഗിയാണോ? നിങ്ങളുടെ ശരീരത്തിൽ രോഗബന്ധനമുണ്ടോ? നിങ്ങളെ രോഗാത്മാവ് കയറി പിടിച്ചിട്ടുണ്ടോ? നീ ഒരു നിത്യരോഗിയാണോ? എല്ലാവരും നിന്നെ തള്ളിയോ? നീ മരുന്ന് കഴിച്ചിട്ട് ഫലിക്കുന്നില്ലയോ? ആരൊക്കെ ട്രീറ്റ് ചെയ്തിട്ടും ഫലിക്കുന്നില്ലയോ? ആ മരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരല്പസമയം മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിക്ക്, കർത്താവേ, അങ്ങ് എന്നെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. ഇതാ ഞാൻ രോഗശാന്തി, ആരോഗ്യം വരുത്തി നിന്നെ സൗഖ്യമാക്കും. ഈ ദിവസങ്ങളിൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഒന്നിച്ചൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതകരമായ സൗഖ്യം അവരുടെ മേൽ വരണം. അവരുടെ ശരീരത്തോട് പോരാടുന്ന സകല രോഗശക്തികളെയും ദൈവം അടിച്ചു കളയണം. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആ രോഗാത്മാവ് മാറിപ്പോകട്ടെ, ആ രോഗശക്തി നീങ്ങിപ്പോകട്ടെ. അവൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഗോഡ് ബ്ലസ് യു.